ഓ അത് പൊടിക്കള്ളി അതല്ലേ, അത് ഈ ചെറിയ സെറ്റാക്കി തരാം. എന്തുവാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണോ? ഓ പ്രകൃതിയല്ലേ, ഞാൻ ശരിയാക്കി തരാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണോ? നെയ്ച്ചോറിന് ഉണ്ടാക്കണല്ല, നിനക്ക് പ്രകൃതിയല്ലേ വേണ്ടത്, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഇവിടെ ഇല്ലേ ചുന്ദരി. ഓക്കെ, ഞാൻ പോയി റെഡി ആവട്ടെ. റെഡി ആയിക്കോ. നെയ്ച്ചോറ് ഉണ്ടാക്കല്ലേ? നമ്മുടെ കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് വേണം പഠിപ്പിക്കുന്ന അധ്യാപകരോട് പറയാൻ. ചുമ്മാ ഇല്ലാത്ത കള്ള കഥയൊന്നും ഇതുപോലെ പറഞ്ഞിട്ടാക്കല്ലേ മോളെ. ശരി അച്ഛമ്മ. എന്നാ പിന്നെ പ്രശോഭേട്ടൻ തന്നെ അവളുടെ കൂടെ പോയിട്ട് ടീച്ചറോടുള്ള കാര്യം പറ. അത് വേണ്ട, നീ തന്നെ പോയി പറഞ്ഞാ മതി. ഉള്ള കാര്യം പറയാന് ആരും പോകണ്ട, ആരും അവക്ക് വേണ്ടി പറയുകയും വേണ്ട. അവൾ എന്റെ കൊച്ചുമോളാ, പറയാനുള്ള കാര്യങ്ങൾ അന്തസ്സായിട്ട് പറയാനുള്ള ചങ്കൂറ്റ അവക്കുണ്ട്. അയ്യോ, ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. മക്കൾ പറഞ്ഞ കേട്ടല്ലോ, ചെന്ന ടീച്ചറിനോട് ഒരു സോറി പറഞ്ഞിട്ട് സത്യസന്ധമായിട്ട് ഉണ്ടായ കാര്യങ്ങൾ പറയുക. ശരി അച്ഛമ്മ, ഞാൻ പറയാം. കണ്ട, അതാ വേണ്ടത്. മോളെ ഇതാ നിന്റെ പ്രോജക്റ്റ്. അത് ശരി, നീ ഉണ്ടാക്കിയോ പ്രോജക്റ്റ്? എന്റെ ഒരു ഐഡിയയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയായൊന്നും അറിഞ്ഞൂടാ, ഒന്ന് കാണിച്ചത് നോക്കട്ടെ. ഇതെന്ത് പ്രോജക്ട്? ഇതിലും ഭേദം നീ ടീച്ചറുടെ അടികൊള്ളുന്ന കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താണോ അതിന്റെ പെണ്ണും പിള്ളക്ക്? കഷ്ടം. അവക്കൊരു വിഷമം വരാതിരിക്കാൻ ഈ തിരക്കുള്ള സമയത്ത്, ഉണ്ടായ സമയത്തിന്റെ ഇടയിൽ കൂടെ അവൾ ഇത്രയൊക്കെ ഒപ്പിച്ചു കൊടുത്തതിന്റെ ഒരു അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. വാക്ക് പറയാൻ നിനക്കറിയാൻ വയ്യ അല്ലേ? നന്നായിട്ടുണ്ട് മോളെ. മക്കളെ, നീ ഇതുകൊണ്ട് ടീച്ചറിന്റെ കൊടുക്ക്. ടീച്ചറിന് ഭയങ്കര സന്തോഷമായിരിക്കും. കണ്ടോ, പ്രകൃതി, ഇതെല്ലാം പ്രകൃതി എന്നുള്ള സാധനങ്ങളാ അല്ലേ? എല്ലാം ഉണ്ട്, കല്ലും മുള്ളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, സുരഭി നന്നായിട്ടുണ്ട്. സത്യം, ഇതെല്ലാം പ്രകൃതിദത്തമായ സാധനങ്ങള്. എന്താണോ ടീച്ചർ പറഞ്ഞത് അത് തന്നെ കേട്ടോ. അയ്യോ പാവ, അവിടെ ചിരി നോക്കിയാട്ടെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പിന്നെ നീ അതുവഴിയല്ലേ പോണേ? മോളെ കൂടെ അങ്ങോട്ടേക്ക്. നന്നായി. അവക്ക് ജീവൻ വെച്ചത് ഇപ്പോഴാ, പാവം. ശരി അച്ഛമ്മ, അമ്മ കഴിച്ചായിരുന്നോ? അല്ല, നീ ഓഫീസിൽ പോന്നില്ലേ? ഞാൻ റെഡിയാവാൻ പോണേ. നീ റെഡിയായി എല്ലാം കഴിച്ചിട്ടൊക്കെ പോ. ലക്ഷ്മി അവിടെ നിന്നേ. എന്താ അമ്മ? നിന്റെ അമ്മയുടെ സ്വഭാവത്തിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എന്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടത്തില്ല? എന്താ കാര്യം? കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ, അറിയാവല്ലോ. അതുപോലെ ആയി വരുന്നുണ്ട് മോള്. അത് വേണ്ട, മുളയിലേ അങ്ങ് കളഞ്ഞേരെ കേട്ടോ. മുളയല്ല, കുറച്ച് നാളായി നിനക്കൊണ്ട് ഇച്ചിരി സൂക്കേടുകള്, അത് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുക കേട്ടോ. ആ ചെല്ല്. ശരിയാ, ചെന്നാണ്. കൊച്ചമ്മ, കുക്കറിന്റെ വിസിൽ കാണാനില്ല. കുക്കറിന്റെ വിസിൽ കാണാനില്ല. അതിനിപ്പോ ഞാനെന്താ വേണം? ഇവിടെ വിസിലടിച്ചാ മതിയോ? അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവൂ? കേറി പോയി നോക്കണം അങ്ങോട്ട്. അല്ല കൊച്ചമ്മ, പുതിയ വിസിൽ വാങ്ങിക്കണം. പൈസ തന്നു കഴിഞ്ഞാ? പഴയതൊക്കെ വേണ്ടെന്ന് വെച്ചോ അപ്പോഴ്? അല്ല അങ്ങനെയല്ല, അത് കണ്ടുപിടിച്ച് വരുമ്പോഴേ സമയം ഒരുപാട് എടുക്കും കൊച്ചമ്മ. ആണോ? ഇച്ചിരി സമയം എടുത്തോട്ടെ. മര്യാദക്ക് പോയി അത് കണ്ടുപിടിക്കുമ്പോ ഒരെണ്ണം കണ്ടിലേക്ക് ഉടനെ അടുത്ത പൈസ ചോദിക്കുക, പുതിയത് വാങ്ങിക്കുക. അയ്യോ, കൊള്ളാം. എന്ത്? നിക്കൂ. എനിക്ക് കുളിക്കണം. വേണ്ട. എന്തോന്നിത്? എന്റെ അമ്മയുടെ സ്വഭാവത്തിന് റേറ്റിംഗ് ഇടാൻ നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ കാര്യം? അത് നീ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കും. ഓഹോ, എന്റെ കുഞ്ഞിന്റെ പ്രോജക്റ്റ് ആ സുരഭി എന്തിനാ ചെയ്തു കൊടുത്തേ? നീ ചെയ്തില്ലല്ലോ. ചെയ്തു തന്ന അവളോട് നീ താങ്ക്സ് വേണം പറയാൻ. അയ്യടാ, ആ ഊള പ്രൊജക്ടിന് ഞാൻ താങ്ക്സ് മാത്രമല്ല, അവൾക്കൊരു പായസം കൂടെ വെച്ചു കൊടുക്കാൻ ഞാൻ. പിന്നെ ലക്ഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടാ. നീ ഒട്ടും ഒരു പുല്ല് ചെയ്യൂല. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു തരാ പറയാൻ നിനക്ക് ഒരു കുരുവില്ല. നീ ആരെന്നടി നിന്റെ വിചാരം? പ്രശോഭേട്ട, ഇമാതിരി ലോക്കൽ വേർഡ്സ് ഒന്നും എന്റെ അടുത്ത് ഉപയോഗിക്കല്ലേ. ഇതൊക്കെ സാമ്പിൾ ആണ്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടാ. ക്ഷമ പരീക്ഷിക്കല്ലേ? പറയില്ലേ ഇങ്ങോട്ട്. പൊക്കോ. രാവിലെ വന്നിരിക്കണം അവള്. ഇനി ഞാനെന്താ പറഞ്ഞേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.